ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ ചപ്പാത്തി കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ 3-4 ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലൊരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചപ്പാത്തി ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. എളുപ്പം ഇതുപോലെ കത്രി കൊണ്ട് കട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇനിയിപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാടൊന്ന് വരണ്ട് പോകണ്ട. ഒന്ന് വാടിയതിന് ശേഷം കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നടുക്കായിട്ടൊരു 3 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒന്ന് ചിക്കി എടുക്കണേ. ആദ്യം തന്നെ ഞാൻ എയർ ഫ്രയറിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചായിരുന്നു. ചിക്കൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെന്നേ ഉള്ളേ. എന്നിട്ട് ആ ചിക്കനും കൂടെ എല്ലൊക്കെ കളഞ്ഞ് ഒന്ന് പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. സോസൊന്നും ചേർക്കാതെ തന്നെ അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.